ഭാഗത്ത് പടക്കുതിയെ പോലെ പാലെടുക്കുന്നു. ആവേശകരമായ ചാമ്പ്യൻസ് ലീഗ് സീസൺ 4 അവസാന മത്സരവും 10ാമത് പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിന്റെ ആദ്യ മൂന്ന് വ്യത്യസ്ത വള്ളങ്ങളിൽ നെഹ്റുജമായ ഫിനിഷിംഗ് ഓർക്കുന്നതിനെ ചമ്പക്കുളം ചുറ്റിനെ വിറപ്പിച്ചുകൊണ്ട് ചാമ്പ്യൻസ് ലീഗ് അന്നത്തെ ചാമ്പ്യന്മാരെ നടുഭാഗം ചുറ്റിനെ പള്ളത്തിരുത്തി വിറപ്പിച്ച ചരിത്രമുണ്ട് UBCക്ക്. 2019 പുന്നമടയിലും കരുവാറ്റയിലും 2ാം സ്ഥാനം നേടിയ ചരിത്രമുണ്ട്. 2019 കൈനേരിയിൽ ജലോത്സവത്തിലും കായംകുളത്തിലും 3ാം സ്ഥാനം നേടി. അങ്ങനെ സുന്ദരമായ മത്സരത്തിൽ വരുമ്പോൾ ഇത് ഒന്നാം ട്രാക്കിലൂടെ വരുന്ന വീയപുരം തന്നെ. വീയപുരം ഏതാണ്ട് 1.25 വള്ളപ്പാട് ഒരു വള്ളപ്പാട് കുതിക്കുന്ന ഒരു കാഴ്ച വീയപുരത്തിന്റെ ഒന്നാം തുഴയുന്ന വീയപുരം തന്നെ ഇപ്പോൾ തന്നെ വീടെടുത്ത് ഈ മത്സരത്തെ മികച്ച സമയത്തേക്ക് എത്താൻ കാലിച്ചാലിലെ ഇന്ന് ഫൈനലിൽ പിടിക്കുവാനുള്ള ഓരോ ഊർജ്ജം സംഭരിച്ചുകൊണ്ട് അവിടെ കടന്നു വരുന്നു. ഓവർ ടു ഡി സജി കരിപ്പാട് ഒന്നാം ട്രാക്കിൽ വീയപുരം വില്ലേജ് ബോർഡ് കൈനകരിയുടെ വീയപുരം ഒരു വള്ളപ്പാടിനധികം മുന്നിലായി ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന മനോഹരമായ കാഴ്ച കട്ടമുടിക്കായൽ നേരിയാകുന്നു. ബിജു എച്ചും സിരി വിജയനും സനു സെബാസ്റ്റ്യൻ ക്യാപ്റ്റന്മാരായിട്ടുള്ള വൈജു കുട്ടനാട്, ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള വില്ലേജ് ബോർഡ് കൈനകരിയുടെ നിരണവും തമ്മിലുള്ള മത്സരമാണ് അഷ്ടമുടി കായലിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും കടന്നു വരുന്നത്. ഒന്നാം ട്രാക്കിലെ മേൽപ്പാടം KBCയുടെ മേൽപ്പാടം, 2ാം ട്രാക്കിലെ ആയാതറമ്പ് വൈദ്യുതിവാഞ്ചി, 3ാം ട്രാക്കിലെ നിരണം ഏതാണ്ട് കുതിച്ചു പാഞ്ഞു വരുന്ന കാഴ്ച. 3ാം ട്രാക്കിലെ നിരണം ബോട്ട്ലപ്പിന്റെ KG എബ്രഹാമിന്റെ ക്യാപ്റ്റൻസിലുള്ള നിരണമിത പാലെടുക്കുന്ന കാഴ്ച. സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ എല്ലാ മത്സരത്തിലും നടത്തിക്കൊണ്ട് മുന്നേറുന്ന നിരങ്ങൾക്ക് ഇഷ്ടമാണ്. കണ്ടോ, 3ാം ട്രാക്കിലെ നിരണം എന്തൊരു വരവാണ്, പിടിവിട്ടു വരികയാണ്. ഏതാണ്ട് 1-2 വള്ളപ്പാടിന് മുന്നിലായിട്ട് 3ാം ട്രാക്കിലെ നിരണം കുതിച്ചു പാഞ്ഞു വരുന്ന കാഴ്ച കണ്ടില്ലേ. കുടിതല കോരിയ കായൽക്കാറ്റിൽ കുടുങ്ങിയെത്തും വഞ്ചികളിൽ തുഴഞ്ഞു വന്നവർ പാടിയ പാട്ടുകൾ തുന്നി കരളുകൾ ഉന്മേഷം. അതെ, ജലോത്സവ പ്രേമികളുടെ കരളുകളിൽ ഉന്മേഷം തുന്നിച്ചേർത്തുകൊണ്ട് കടന്നു വരുന്ന കാഴ്ച, പാലെടുക്കുന്ന കാഴ്ച കണ്ടില്ലേ. എതിരാളികള് വളരെ പിന്നിലായെങ്കിൽ അവരുടെ ആവേശം കണ്ടില്ലേ. അഞ്ചടവങ്കാരങ്ങള് അന്തരീക്ഷത്തിൽ കറക്കുന്നു. ആ താളക്കാരൻ കൊണ്ട് താളം മുറക്കുന്നു. ട്രംപറ്റിന്റെ താളം കൊണ്ട് പെരുക്കുന്നു. ഒന്നാം തുഴക്കാരൻ കുരുങ്ങി കുത്തുന്നു. പങ്കാളികള് അട്ടമുടി കായലിന്റെ അടിത്തടിനെ പോലും ഇളക്കി മറിച്ചുകൊണ്ട് കുത്തിയെറിയുന്നു. ഈ അട്ടമുടി
ചെമ്പക്കുളം തൂടിയേറ്റ് ഇരുട്ടുകുത്തി എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ്. അഷ്ടപടിക്കായലൂടെ കടന്നു വന്ന ഒന്നാം ട്രാക്കിൽ PG കണ്ണൻ, അരുൺദേവ് തോപ്പിൽത്തെക്കലിൽ കൃഷ്ണപുരം ക്യാപ്റ്റൻ നടത്തി വേഗത്തിൽ തിരിച്ചു വരുന്ന വള്ളങ്ങളായിരുന്നു ഇരുട്ടുകുത്തി വള്ളങ്ങള്. പണ്ട് കായൽ കൊള്ളക്കാരും കടൽ കൊള്ളക്കാരും ഒക്കെ വേഗത്തിൽ പോയി ആക്രമണം നടത്തുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഇരുട്ടുകുത്തി വള്ളങ്ങൾ ഇരുവരിന്റെ മറപറ്റിയാണ് സഞ്ചരിച്ചിരുന്നതെങ്കിൽ ഇതാ പകൽ വെളിച്ചത്തിൽ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് അവർ ഒപ്പത്തിനൊപ്പം മുന്നേറുന്ന കാഴ്ച കണ്ടില്ലേ. ഒന്നാം ട്രാക്കിലെ PG കണ്ണൻ, രണ്ടാം ട്രാക്കിലെ തുരുത്തിത്തറ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം കടന്നു വരുന്ന കാഴ്ച കണ്ടോ. ആ പങ്കായക്കാരങ്ങനെ സ്വീകരണം കപ്പിടിച്ച് വള്ളത്തിന്റെ നിയന്ത്രണത്തിന്റെ ഓളപ്പരപ്പിലൂടെ രണ്ട് ഇരുട്ടുകുത്തി വള്ളങ്ങള് പാഞ്ഞെടുക്കുന്നു. ഒന്നാം ട്രാക്കിലെ PG കണ്ണൻ, രണ്ടാം ട്രാക്കിലെ തുരുത്തിത്തറ. PG കണ്ണൻ മുന്നേറുകയാണ്, വള്ളപ്പാട് വ്യത്യാസത്തിൽ മുന്നേറുകയാണ്. ശേഷം ഓവർ ടു ബിന്നോ. രണ്ട് വള്ളങ്ങളുടെ പേര് 7 വള്ളങ്ങൾ ഇവിടെ മത്സരിക്കുമ്പോൾ കടന്നു വരുന്ന കാഴ്ചകളിലെ തെന്നലിൻ ഹിമഗംഗാ തരംഗങ്ങളിൽ ഒരു ധന്യ സൗരഭം ചുറ്റു ഒഴുകി പരക്കുന്നു. ട്രാക്കിലെ പഴശ്ശിരാജ പേര് 7 വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് ചരിത്രമുള്ള പാരമ്പര്യമുള്ള 2 വള്ളങ്ങൾ പഴശ്ശിരാജി മാഷ പുളിക്കേക്കളവിട ഈ അട്ടമുടി താഴിലൂടെ പാഞ്ഞെടുക്കുന്ന അതിമനോഹരമായ കാഴ്ച. അട്ടമുടി താഴിലിന്റെ മുകളിലൂടെ പക്ഷിക്കൂട്ടങ്ങൾ കൂടുവിട്ട് കൂട്ടമായി വട്ടം കറങ്ങുന്ന മനോഹരമായ കാഴ്ച കണ്ടില്ലേ. ധാരാളം പക്ഷികൾ ഈ ജലരാജാക്കന്മാരെ കടം വള്ളപ്പാട് വ്യത്യാസത്തിൽ പ്രിയപ്പെട്ടവരെ, ജലോത്സവ ലോകത്ത് ഗംഭീരമായ മത്സരവള്ളംകളി, ജലോത്സവ ലോകത്തെ ദിടിലൻ പ്രകടനം എന്ന് വേണം വിശേഷിപ്പിക്കുവാൻ. ലോകമെമ്പാടുമുള്ള ജലോത്സവ മനസ്സുകൾക്ക് ഇന്ന് അഷ്ടമുടിക്കായലിലേക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് ഇവിടുത്തെ വികാരമാണ്, ജലമേഖലകളുടെ വികാരമാണ്, അതിന്റെ കലാശക്കോട്ട് മത്സരമാണ്, പ്രസിഡന്റ് ട്രോഫി ജലോത്സവത്തിന്റെ മാമാങ്കമാണ്. ഇതാണ് കാണേണ്ടത്. കാറ്റടിക്കുന്നുണ്ടോ? സരി സൂചിപ്പിച്ചതുപോലെ കാറ്റടിച്ചാൽ കൈയിടണം. ഇവിടെ തുടങ്ങുന്നെങ്കിൽ ഇതാ നെഹ്റു ട്രോഫിയിലും നമ്മുടെ അഷ്ടപടിക്കായലിലും ഒക്കെ വനിതകൾ തുഴഞ്ഞുകൊണ്ട് വനിതകൾക്ക് നമ്മുടെ ഭവനങ്ങളിൽ ഭക്ഷണം പാകം ചെയ്ത് തയ്യാറാക്കാൻ മാത്രമല്ല, വളയിടുവാൻ മാത്രമല്ല, ആ വളകൾ ഊരി മാറ്റി വെച്ചുകൊണ്ട് അവർ തുഴകൾ കൊണ്ട് ഈ അഷ്ടപടിക്കായലിൽ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് അവർ കടന്നു വരികയാണ്. ദേവസുണ്ട്, സാരഥിയുണ്ട്, കാട്ടിത്തക്കലുണ്ട്.
2024 ഈ വർഷത്തെ നെഹ്റു ട്രോഫി ജലോത്സവത്തിന് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പിന്നവരുടെ കാര്യത്തിൽ ദേവസ്വം വിജയിച്ച ചരിത്രമുണ്ട്. 2015 മാന്നാറിലും നീരേറ്റുപുറത്തും ജയിച്ച ചരിത്രമുണ്ട് സാരഥിക്ക്. സാരഥി വെള്ളം സാബുനാരായണാചാരി നിർമ്മിച്ച വള്ളമാണെങ്കിൽ ചുമല ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഒരു ടീം, മഞ്ഞ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഒരു ടീം, അങ്ങനെ ദേവം സാരഥി കാട്ടിത്തക്കതിൽ തുറമുഖത്തിനായി ഓർത്തു ഡി സനി കരിപ്പാട്. 3 തെക്കനോടി വള്ളങ്ങൾ വനിതകളുടെ പ്രാതിനിധ്യം ഈ ചാമ്പ്യൻസ് ബോർഡിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിമാർ അമ്മമാർ തുടങ്ങുന്ന 3 വള്ളങ്ങൾ തെക്കനോടി വള്ളങ്ങൾ ആരൊക്കെയാണ്? ദേവസ്വം, സാരഥിയും കാട്ടിത്തക്കതിലും. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ നിന്നുള്ള തൃക്കുന്നപ്പുഴ കാർത്തികപ്പള്ളി പഞ്ചായത്തുകളിൽ നിന്നുള്ള 3 വള്ളങ്ങൾ. വരികളാവുകയാണ്. മേപ്പാടം, പായിപ്പാടൻ, ആയാപറമ്പ്, വലിയതി വാഞ്ചി, അതെ മേപ്പാടം, ഇല്ലപ്പാടം ഒരു 4-5 തുടപ്പാടുകൾക്ക് മുന്നോട്ട് കുതിക്കുമ്പോൾ മേപ്പാടം ഈ അഷ്ടമുടിക്കായലിനെ ഫസ്റ്റ് ലൂസേഴ്സ് മത്സരത്തിൽ ഈ അഷ്ടമുടിക്കായലിനെ കീഴടക്കാൻ പോകുന്നു. മേപ്പാടമേ, നിന്നെ പിടിച്ചു കെട്ടാൻ തൊട്ടുപുറകിൽ പായിപ്പാടുണ്ട്, നിന്നെ പിടിച്ചു കെട്ടാൻ തൊട്ടുപുറകിൽ ആയാപറമ്പ് വലിയതി വാഞ്ചിയുണ്ട്. ഇല്ല, മേപ്പാടം കുതിക്കുന്നു. ശേഷം വിവരണത്തിന് ഓവർടോ ജോളി. ആവേശകരമായ ഫസ്റ്റ് ലൂസേഴ്സ് ഫൈനൽ മത്സരം മേപ്പാടവും പായിപ്പാടും ആയാപറമ്പ് വലിയതി വാഞ്ചി കടന്നു വരികയാണ്. ഇതിനാദമായി മാറുന്ന 3 ജയരാജാക്കന്മാര് ചമ്പക്കുളം നടുഭാഗം തല്ലവടി. ചരിത്രങ്ങള് ഏറെ പറയുന്ന 3 വള്ളങ്ങള്, ചരിത്രങ്ങളും കഥകളും പറയുകയാണ്. അഷ്ടമുടിക്കായലിലൂടെ ഒരുപോലെ അല്ല, അല്പം മുമ്പിലേക്ക് യുണൈറ്റഡ് ക്ലബ്ബ് തല്ലവടി കൈനകരിയുടെ തല്ലവടി ഏതാണ്ട് തുഴപ്പാടുകളുടെ വ്യത്യാസത്തിൽ കുതിക്കുകയാണ്. കോസ്റ്റ് ഡോമിനേറ്റേഴ്സ് ഇല്ല, നടുഭാഗം വിട്ടു കൊടുക്കുന്നില്ല. നടുഭാഗവും ചമ്പക്കുളവും ഒപ്പമുണ്ട്. തല്ലവടി അല്പം മുൻപിലേക്ക് പോയാൽ പിഴവരും. ഒട്ടും ആവേശകരമാക്കി പോകരുത്. ചാമ്പ്യൻസ് ലീഗ് സീസൺ 4 അവസാന കലാശക്കൊട്ട് മത്സരം എന്ന് വിശേഷിപ്പിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ലൂസേഴ്സ് ഫൈനൽ മത്സരം കൈമാറി
മാനസ സരസിലെ സുവർണ പുഷ്പങ്ങൾ അതീവ സൗരഭ്യമുള്ളതായി തീരുകയാണ്. നിങ്ങൾ ഇങ്ങോട്ട് കടലേ, നിങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നില്ല ആരാണ് മുന്നിൽ. ഫോട്ടോ ഫിനിഷ് ക്യാമറകൾക്ക് പോലും ഇവിടെ സംശയം വരുമോ? അത്രയ്ക്കൊപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് ഒന്നാം ട്രാക്കിലെ നിരണം, രണ്ടാം ട്രാക്കിലെ കാരിച്ചാൽ, മൂന്നാം ട്രാക്കിലെ വീരപുരം. എന്തൊരു വരമാണ്! ആരാണ് മുന്നിൽ? ഒന്നാം ട്രാക്കിലെ നിരണമാണോ, ഇല്ല കാരിച്ചാലാണോ, ഇല്ല വീരപുരമാണോ? അയ്യടാ, ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച്. അതെ, ഈ വിണ്ണിന് ഇന്ദ്രധനുസിന്റെ തിലകം സമ്മാനിച്ചുകൊണ്ട് നിരണവും കാരിച്ചാലും വീരപുരവും. അയ്യോ, ഇതാണ് ഫൈനൽ. ചാമ്പ്യൻസ് ബോൾ ലീഗിന്റെ ചാമ്പ്യൻ. ഇന്നത്തെ ഈ ആവേശകരമായ മത്സരത്തിൽ ഇന്നത്തെ ചാമ്പ്യൻ ട്രോഫിയുടെ ജേതാവായത് മറ്റാരുമല്ല, വീരപുരം ചുണ്ടനാണ്. വില്ലേജ് ബോട്ട്സ് ക്ലബ് കൈനകരി തുടങ്ങിയ പ്രൈഡ് ചേസേഴ്സിന്റെ 3 മിനിറ്റും 53 സെക്കൻഡും 85 മൈക്രോ സെക്കൻഡും കൊണ്ട് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് വീരപുരമാണ്. വളരെ നേരിയ വ്യത്യാസത്തിൽ, ഒരു തലമുടി നാരിയുടെ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് കാരിച്ചാൽ ഫിനിഷ് ചെയ്തു. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ 3 മിനിറ്റ് 55 സെക്കൻഡ് 14 മൈക്രോ സെക്കൻഡുകൾ കൊണ്ട് രണ്ടാം സ്ഥാനത്താണ്. ഇതാണ് ഇന്നത്തെ മത്സരഫലം. ഇന്നത്തെ വിജയി വീരപുരം ചുണ്ടനാണ്. ഇന്നത്തെ KG എബ്രഹാം ക്യാപ്റ്റനാണ്. അദ്ദേഹം ഇവിടെ ഇല്ല. അദ്ദേഹത്തിന്റെ സഹോദരൻ KG എബ്രഹാമിന് വേണ്ടി DK വർഗീസ് ഈ 3ാം സമ്മാനത്തിനുള്ള ട്രോഫിയും ചെക്കും ഏറ്റുവാങ്ങി. ഇനി രണ്ടാം സ്ഥാനത്തിന്റെ ട്രോഫി എടുത്തു കൊടുക്കുന്നത് അത് കൊടുക്കുക. അത് ഇവിടുത്തെ പ്രസിഡൻസ് ട്രോഫിയുടെ ആണെന്ന് ആരും കൺഫ്യൂഷൻ ആവരുത്. ഇത് പ്രസിഡൻസ് ട്രോഫിയിൽ 2ാം സ്ഥാനം നേടിയ കാരിച്ചാലിന്റെ ക്യാപ്റ്റൻ ഏറ്റുവാങ്ങുന്നു. അടുത്തത് പ്രസിഡൻസ് ട്രോഫിയിൽ ഇന്ന് 1ാം സ്ഥാനം നേടിയത് വീരപുരമാണ്. ആ വീരപുരത്തിന്റെ ക്യാപ്റ്റൻ പ്രസിഡൻസ് ട്രോഫിയുടെ 1ാം സ്ഥാനം. പ്രസിഡൻസ് ട്രോഫി
പ്രസിഡന്റ് ട്രോഫിയില് ക്യാപ്റ്റൻ രണ്ടെണ്ണുണ്ട്. പ്രസിഡന്റ് ട്രോഫി അങ്ങനെ അടുത്തത് CBL സമ്മാന വിതരണമാണ്. പ്രഖ്യാപിക്കുകയാണ്. പോയിന്റ് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിന്റെ ചാമ്പ്യൻഷിപ്പ് തീരുമാനിക്കപ്പെട്ടത്. അതിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് 58 പോയിന്റുകളോടെ കാലിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബാണ്. 57 പോയിന്റുകളുമായി തൊട്ടടുത്ത് രണ്ടാം സ്ഥാനത്തെത്തിയത് വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിയുടെ ബിയപുരമാണ്. 48 പോയിന്റോടെ മൂന്നാം സ്ഥാനത്ത് എത്തിയത് നിരണം തുടരാണ്. ആഘോഷങ്ങൾ പാടില്ല, ആഘോഷങ്ങളിൽ സ്റ്റേജിൽ പാടില്ല. അല്ല, അടുത്തത് രണ്ടാം സ്ഥാനം. നിങ്ങൾ അങ്ങോട്ട് മാറാം. CBL ചാമ്പ്യൻ ട്രോഫിയും ചെക്കും വാങ്ങിയ പള്ളാത്തുരുത്തിയുടെ ടീം അംഗങ്ങൾ പുറത്തേക്ക്